തിരുവനന്തപുരം വേങ്ങോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടവും ഗേൾസ് ഹോസ്റ്റലും വെറുതെ കിടന്ന് നശിക്കുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നാളുകൾ കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഇതുവരെ തുടങ്ങിയില്ല. 2 കെട്ടിടങ്ങൾക്കുമായി ചിലവാക്കിയത് 14 കോടി രൂപയിലധികം. പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി വേങ്ങോട് ഒരു റെസിഡൻഷ്യൽ സ്കൂളും ഗേൾസ് ഹോസ്റ്റലും, അതായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനമാണ് എനിക്ക് പിന്നിൽ ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. ജനങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും സർക്കാരിന് മറുപടിയുമില്ല. 150ഓളം പട്ടികജാതി കുടുംബങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ച സ്ഥലം കൂടിയാണ് പോത്തൻകോടിനടുത്തുള്ള വേങ്ങോട്. അതുകൂടി പരിഗണിച്ചാണ് ഇവിടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും ഗേൾസ് ഹോസ്റ്റലും നിർമ്മിക്കാൻ പട്ടികജാതി വികസന വകുപ്പ് തീരുമാനിച്ചത്. 2020-ലാണ് 2 കെട്ടിടങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചത്. 2022ഓടെ നിർമ്മാണം പൂർത്തിയാക്കി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനവും നിർവഹിച്ചു. പക്ഷേ സ്കൂളിൻ്റെയോ ഹോസ്റ്റലിൻ്റെയോ പ്രവർത്തനം ആരംഭിച്ചില്ല. ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഈ ഉദ്ഘാടനം മന്ത്രിമാരെ കൊണ്ടുവന്നു. ഇവിടെയുള്ള സാധാരണക്കാരന് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഈ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെയും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയും അതിന് CPM CPM ആയതിനും CPI ആയാലും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. ഒരു ഭാഗം ആൾക്കാർ അത് 2 ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ പെട്ടെന്നുണ്ടാക്കി തട്ടിക്കൂട്ടിയ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും പലതവണ അധികൃതരോട് പരാതിപ്പെട്ടു. ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന സ്ഥിരം പല്ലവിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്യാധുനിക സൗകര്യങ്ങളോടെ സ്കൂളും ഹോസ്റ്റലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു മന്ത്രിയുടെയും വാഗ്ദാനം. ഈ അധ്യയന വർഷവും സ്കൂൾ തുറന്നില്ല. പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഒന്നും രണ്ടുമല്ല, 14 കോടിയിലധികം രൂപ ചിലവാക്കിയ പദ്ധതിയാണ്. അതും സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനായി. അതിനെ എന്തിനിങ്ങനെ നശിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.